വന്നിട്ടുണ്ട്, വിള്ളൽ വന്നിട്ടുണ്ട് വീടിന് മൊത്തം. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഇത് ഒരു വീട്, പിന്നെ ഇതൊരു വീട് മൊത്തം 6 വീടാണ് ഇവിടെ പോയേക്കണത്. ഇന്നലെ വിള്ളൽ വീണ് മഴയുണ്ടായിരുന്നെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ഇവിടെ നിൽക്കില്ലായിരുന്നു. അടിച്ചു കയറി ഈ പ്രദേശം മൊത്തം പോയേനെ, ടൗണിന് വരെ എത്തിയേനെ, ഒരുപാട് ആളുകൾ മരിച്ചേനെ. അപ്പം മാറി താമസിക്കാൻ ഒരു ഉച്ചയായപ്പോഴത്തേനും ഇവിടെ നിന്ന് ആൾക്കാർക്ക് ഡൗട്ട് തോന്നി. ഈ ഷെയ്ക്ക് അതായാലും ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര വീടിനൊക്കെ ഭയങ്കര ഷെയ്ക്കായിരുന്നു, ഒരു വിറയിലായിരുന്നു, ആൾക്കാർക്ക് കിടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു എന്നാൽ മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരും പറഞ്ഞു അവിടെ വിള്ളൽ വീണുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ പേര് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിള്ളൽ, അവിടെ നിന്ന് മുതൽ അങ്ങ് അറ്റം മുതൽ ഭയങ്കര വിള്ളൽ. അപ്പം മെമ്പറെ വിളിച്ച ആൾക്കാരെ എല്ലാവരും വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ മാറിക്കോ, നിങ്ങൾ ക്യാമ്പിലേക്ക് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേനും എല്ലാവരും ക്യാമ്പിലേക്ക് മാറി. 6 മണിയൊക്കെ ക്യാമ്പിലേക്ക് മാറി കഴിഞ്ഞ് ഇന്ന് ഒരു 9:45 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലൊന്നും നിൽക്കില്ലായിരുന്നു. ദുരിതം നടക്കുമ്പോൾ ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. അത് കാരണം ആളുനാശം അങ്ങനെ ഉണ്ടായിട്ടില്ല. ബിജു ചേട്ടനെ പരിചയമുണ്ടോ? ഇവിടെ വണ്ടി ഓടിക്കുന്നതാണ്. അവരെന്തോ സാധനം എടുക്കാനായിട്ട് വന്നായിരുന്നു ഇവിടെ. ഇവിടെ വന്ന് ഇപ്പോഴാണ് ഈ സംഭവം പൊട്ടിപ്പോണേ. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇവിടെ വന്ന ക്യാമ്പിൽ പറഞ്ഞു റേഷൻ കാർഡ് വേണമെന്ന് നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആധാർ കാർഡ് പോരെയെന്ന് ചോദിച്ചാൽ ആധാർ കാർഡ് പോലെ റേഷൻ കാർഡ് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് റേഷൻ കാർഡ് എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് ഒരു 9:20 ആയപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് റേഷൻ കാർഡ് എടുത്ത് ഇവിടുന്ന് പോയി 9:45 സംഭവം നടക്കണേ. അത് ദൈവാനുഗ്രഹമുണ്ട്. തലനാരിക്കാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വിട്ടാനെ. ഈ കാണുന്ന ആ വഴി ഇത് പണി തുടങ്ങിയപ്പോൾ മുതൽ അവിടെ നിന്ന് അവർ വെള്ളം ആ വഴിക്ക് ഇങ്ങോട്ട് വരുമായിരുന്നു. ഒരു ഇന്ന വെള്ളം വന്ന് ഇതിലൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയാവില്ല ഈ പണി, ഇത് അങ്ങോട്ട് വെള്ളം തിരിച്ചു വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കയറി വീട് ഇടിഞ്ഞ് വീഴുന്നൊക്കെ അന്ന് പറഞ്ഞു. അന്ന് മെമ്പർ വിളിച്ച് പറഞ്ഞ് അവർ അങ്ങനെ വെള്ളം തിരിച്ചു വിട്ടു. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു അവർ. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള അവരത് വലിയ മെഷീൻ വെച്ച് വർക്ക് ചെയ്തപ്പോൾ ഈ സാധനം വൈബ്രേഷൻ അത് മൊത്തം വിള്ളൽ വീണിട്ടുള്ളത്. ഇത് ഏത് നിമിഷം ഇനിയും തള്ളായത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം വിള്ളൽ വീണിട്ടില്ല. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഒരു സുരക്ഷിത അല്ല, അവിടെ സേഫ്റ്റി അല്ല ഇവിടെ കിടക്കുന്നത്.